വീണ്ടും ബാലരാമപുരം റെയിൽവേ ക്രോസിംഗ്. പതിവ് പോലെ ട്രെയിൻ പോകാനായി ഗേറ്റ് അടച്ചിട്ടുണ്ട്. വാഹനങ്ങൾ വരിവരിയായി നിൽക്കുന്നു. കുറച്ച് വാഹനങ്ങൾ ക്രോസ് ചെയ്ത് മുന്നോട്ട് കയറി പോകുന്നുണ്ട്. പക്ഷേ ഗേറ്റ് അടച്ചതുകൊണ്ട് ഇവരെങ്ങോട്ടാണ് പോകുന്നത്? മുന്നിൽ സ്ഥലമുണ്ടെങ്കിൽ കയറി ഇടത്തോട്ട് നിൽക്കുന്നതിന് തെറ്റു പറയുന്നില്ല. പക്ഷേ ഈ വലതുവശം ചേർത്ത് നിർത്തിക്കൊണ്ടിരിക്കുന്ന ഇരുചക്ര വാഹനങ്ങളുടെ ഉദ്ദേശം എന്താണ്? റോഡ് ബ്ലോക്കാക്കുക എന്നത് തന്നെ, അല്ലാതെ വേറെന്ത് പറയാൻ? ഇവിടെ ഉണ്ടാകുന്ന ബ്ലോക്ക് ശരിക്കും ഈ നിൽക്കുന്ന വാഹനങ്ങളാൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. ഗേറ്റ് തുറന്നാൽ ഇവരെല്ലാം പറന്നു പോകുമോ? ഇവരുടെ തൊട്ടുമുന്നിൽ നിൽക്കുന്ന വാഹനങ്ങൾക്ക് ഇങ്ങോട്ട് കടന്നു വരണ്ടേ? അവിടെയും ഇതേപോലെ തന്നെയാണ് വാഹനങ്ങൾ നിർത്തിയിരിക്കുന്നതെങ്കിൽ ശരിക്കും ബ്ലോക്ക് സൃഷ്ടിക്കുകയല്ലേ ചെയ്യുന്നത്? അപ്പോൾ ഈ വാഹനങ്ങൾ കയറ്റി നിർത്തിയിരിക്കുന്ന വിവരമില്ലാത്ത, ബോധമില്ലാത്ത ഈ ആളുകൾ തന്നെയാണ് പ്രശ്നക്കാർ. ശരിക്കും ഇവിടെ 2 നിയമപാലകർ നിന്ന് ഈ വലത്തോട്ട് കയറ്റി വാഹനം ബ്ലോക്കാക്കി നിർത്തിയിരിക്കുന്നവർക്ക് ലാത്തി കൊണ്ട് നല്ലൊരു സദ്യ കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഇവിടെ ഉള്ളൂ. കയറിപ്പോകാൻ വഴിയുണ്ടെങ്കിൽ കയറിപ്പോകുന്നതിനോട് തെറ്റു പറയില്ല, കാരണം അത്രയ്ക്കുണ്ട് വാഹനപ്പെരുപ്പ്. പക്ഷേ മുന്നോട്ട് വഴിയില്ല എന്ന് മനസ്സിലാക്കിയിട്ടും പിന്നെയും ഇതേപോലെ കയറ്റി നിർത്തിയിരിക്കുന്നത് ഈ വാഹനം ഓടിച്ച ആളുകളുടെ വിവരക്കേടും പൗരബോധവും. ഗേറ്റ് അടച്ചിട്ടിരിക്കുന്ന സമയത്ത് ഈ വഴി വരുന്ന വാഹനങ്ങൾ കൃത്യമായി ക്യൂ പാലിച്ച് അവനവൻ്റെ വശത്ത് നിന്നാൽ ഗേറ്റ് തുറക്കുമ്പോൾ എല്ലാവർക്കും സമാധാനമായി പോകാമല്ലോ. അതിലൊരു ത്രില്ലില്ല. പറക്കുതലക സിനിമയ്ക്കകത്ത് താമരാക്ഷം പിള്ള ബസ് റോഡിൽ വലിയ ബ്ലോക്ക് ഉണ്ടാക്കുന്ന പോലെ ഇവിടെ റെയിൽവേ ഗേറ്റിൽ ഞങ്ങൾ 2 വീലേഴ്സ് ബ്ലോക്ക് ഉണ്ടാക്കും. നിങ്ങൾ നിയമം പാലിച്ച് ഓടിക്കുന്ന ആൾക്കാർ വേണമെങ്കിൽ ഓടിച്ചു പോയിക്കൊള്ളൂ. ഞങ്ങൾക്ക് ഇങ്ങനെ പോകാൻ പറ്റും. ആരെ കൊണ്ട് തടയാൻ പറ്റും? ഇവിടെ നിയമപാലകരൊന്നും ഇല്ലല്ലോ. പോട്ടെ.